എയറോളിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര KSRTC ബസ്സിൽ പോകുന്ന ഉല്ലാസ യാത്രയാണ്. ഇന്ന് പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്നും പോകുന്ന രാമക്കൽമേട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര പോകുന്നത്. രാവിലെ 6 മണിക്ക് പുറപ്പെട്ടു തിരിച്ച് 11 മണിയോടുകൂടി തിരിച്ചെത്തുന്നതാണ് ഈ ഒരു ട്രിപ്പിലുള്ളത്. 1200 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. ഇതിൽ രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഊണും വൈകിട്ടത്തെ സ്നാക്കുമാണ് ഉൾപ്പെടുന്നത്. പിന്നെ ഒരു ഓഫ് റോഡ് ജീപ്പ് സവാരി ഉണ്ടായിരിക്കും. നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ബസ്സാണ് കേട്ടത്. അങ്ങനെ നമ്മൾ നാടുകാണി വ്യൂ പോയിൻറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഞാൻ കുറച്ച് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു 3-4 മാസം മുന്നായിരുന്നു, ഒക്ടോബർ നവംബർ. ഇപ്പോൾ ഒരു ഏപ്രിൽ മാസത്തെ ഒരു കാഴ്ച നമ്മൾ ഇവിടുന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻറ്റിൽ എത്തുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം അവിടേക്ക് പോകാനായിട്ട്. ഈ ഒരു വഴിയിലൂടെ വേണം നാടുകാണി വ്യൂ പോയിൻറ്റിലോട്ട് വരാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ബസ്സാണിത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ആളുകളാണ് ഈ വരുന്നിങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇടുക്കി ഡാമിൻ്റെ റിസർവയർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. ഇതാണ് നാടുകാണി വ്യൂ പോയിൻറ്റിലെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇവിടേക്ക് കയറാനായിട്ട്. കുട്ടികൾക്ക് 15ഉം വലിയവർക്ക് 25 രൂപയാണ്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഈ ഒരു വഴിയിലൂടെ അവിടേക്ക് നിന്ന് കഴിഞ്ഞാൽ വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നാടുകാണി വ്യൂ പോയിൻ്റ് എന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയൊക്കെ കാണുന്നത് ചെറിയ രീതിയിൽ കോട മഞ്ഞിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് വെയിൽ, രസമുള്ളൊരു കാഴ്ച. അങ്ങനെ ഞങ്ങൾ നാടുകാണി വ്യൂ പോയിൻറ്റിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി അടുത്തതായിട്ട് പോകുന്നത് കാൽവരി മൗണ്ടിലോട്ടാട്ടോ. അപ്പോൾ ബസ്സിൽ ആട്ടും പാട്ടും ഡാൻസും എല്ലാമായിട്ട് നല്ലൊരു രസമുള്ളൊരു യാത്ര തന്നെ ആയിരുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഇതാണ് കാൽവരി മൗണ്ടിലെ വ്യൂ പോയിൻറ്റിലോട്ട് പോകുന്ന വഴി കേട്ടോ. ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോയാൽ കാൽവരി മൗണ്ടിലെത്തും. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഫുള്ള് ഇതുപോലത്തെ പുല്ലുകളൊക്കെ വെച്ച് ഇങ്ങനെ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സമയം ഉച്ച സമയമാണ്, 11. നമ്മളെ കൂടെ വന്ന യാത്രക്കാരാട്ടോ. നിങ്ങൾ എവിടെ നിന്നാണ് പരിചയപ്പെട്ടോളൂ? ഞങ്ങൾ നെടുമ്പാശ്ശേരി 2 പേരുണ്ട്, ഫാമിലി ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ആ വ്യൂ പോയിൻറ്റിലോട്ട് ഇതാ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു കാൽവരി മൗണ്ടിൻ്റെ വ്യൂ പോയിൻറ്റിലെത്തും. അപ്പോൾ സമയം 11:30-11:15 ആ സമയമായി. ആ സമയത്ത് ചെറിയ രീതിയിലുള്ള കാറ്റ് വരുന്നുണ്ട്. എന്നാലും ചൂട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പക്ഷേ കാറ്റ് വരുന്നതുകൊണ്ട് നമ്മൾ ആ ചൂട് അറിയില്ല കേട്ടോ. മുന്നോട്ട് ഇങ്ങനെ പോയാൽ ആ ഒരു വ്യൂ പോയിൻറ്റിൽ കാര്യങ്ങളൊക്കെ എത്താൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ് കാര്യങ്ങൾ. ഇത് കുറച്ചും കൂടി മഴക്കാലം അതുപോലെ തന്നെ ആ ഒരു ഫെബ്രുവരി മാസങ്ങളൊക്കെ ആണെങ്കിൽ ഫുള്ള് കോടകായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരിക്കും ഇത്. കാൽവരി മൗണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഭാഗങ്ങളാട്ടോ ഈ കാണുന്നത്. താഴ്ചയിലേക്ക് ഇങ്ങനെ പോയാൽ ഈ ഭാഗത്തുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ പാറൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ചൂടുണ്ട്, പക്ഷേ എന്താ പറയുക, ചെറിയ രീതിയിലുള്ള കാറ്റുണ്ടായതുകൊണ്ട് ആ ചൂട് നമ്മൾ അറിയുന്നില്ല. നല്ല ചെറിയ രീതിയിലുള്ള തണുപ്പ് ഇങ്ങനെ അടിച്ച് വീശുന്നു കേട്ടോ. പക്ഷെ ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്താ രസം! വെള്ളത്തിൻ്റെ കളറൊക്കെ നീല കളറിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് മലകൾ, അതിൻ്റെ താഴ് ഭാഗത്തായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നൊരു ഏരിയ. എന്താ ഭംഗിയെന്നറിയോ. ഈ ഒരു സമയമായതുകൊണ്ടാണ് പുല്ലുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക വാടി നിൽക്കുന്നത്. ചെറിയ രീതിയിലുള്ളൊരു മഴ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുല്ലുകളൊക്കെ ഫുള്ള് കാടായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഭയങ്കര ഉഷാറായിരിക്കും മഴക്കാലത്തൊക്കെ കാണാനായിട്ട്. വേനൽക്കാലത്ത് വേറൊരു വ്യൂ ആയിരിക്കും, പക്ഷെ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ വേറൊരു വ്യൂ. രണ്ടും 2 കാഴ്ചകളാണ് ഉണ്ടാവുക.
ഞങ്ങൾ കാൽവരി മൗണ്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി അടുത്തത് രാമക്കൽമേട് അതുപോലെ തന്നെ ആമപ്പാറ ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ രാമക്കൽമേടിലേക്ക് പോകേണ്ട സ്ഥലത്തെത്തി. അവിടുന്ന് ഒരു ഓഫ് റോഡ് ജീപ്പ് എടുത്തിട്ട് വേണം രാമക്കൽമേട് അതിൻ്റെ ആ ഒരു മലൻ്റെ മുകളിലോട്ട് പോകാനായിട്ട്. ഒരു ജീപ്പിൽ ഏകദേശം 6 പേരാണ് പിന്നെ ജീപ്പ് എടുത്ത് ഇവിടുന്ന് മുകളിലോട്ട് പോവുക. ജീപ്പിന് റേറ്റ് വരുന്നത് 1,800 ആ ഒരു റേഞ്ചാണ് വരുന്നത്. മഴക്കാലം എല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ തണുപ്പ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിതാ മുകളിലോട്ടുള്ള ഈ ഒരു വഴിയിലൂടെ എങ്ങനെ പോയി നോക്കാം. മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു വലത്തോട്ടുള്ള ഈ റോഡിന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോയാലാണ് ആ ഒരു പാറൊക്കെ നിൽക്കുന്ന ഒരു സൈഡിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. നമ്മളെ കൂടെ വന്ന് മുന്നിൽ വന്ന് ജീപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ്, നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന ആളുകളാണ്. അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് പിന്നെ കാറ്റാടിപ്പാടങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങളിതാ രാമക്കൽമേട് വ്യൂ പോയിന്റിൽ എത്തിട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫ് റോഡാണ്, ഭയങ്കരമായിട്ടുള്ള ഓഫ് റോഡായിരുന്നു. നല്ല പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊടിയൊക്കെ ഉണ്ടായിരുന്നു. മാസ്കൊക്കെ വരിക. പക്ഷെ ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റിട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലുണ്ട്, പക്ഷേ കാറ്റുകൊണ്ട് നമുക്ക് ആ വെയിൽ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് എന്താ പറയുക കാറ്റാടി മില്ലുകളാട്ടോ ഈ കാണുന്നത്. ഫുള്ള് ഈ ഏരിയയിൽ മൊത്തം ഫുള്ള് മില്ലുകളാണ്. ആ ഒരു ഏരിയയൊക്കെ ഫുള്ളായിട്ട് മില്ലുകളാട്ടോ. അപ്പോൾ നമ്മളെ കൂടെ വന്നിരുന്ന ജീപ്പായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഇതിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ മുമ്പോട്ട് ഇങ്ങനെ പോയാൽ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാമക്കൽമേട് വ്യൂ പോയിൻറ്റിലോട്ട് ആ ഒരു വഴിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് വീശുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മണ്ടയിലേക്ക് കയറി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ല വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലോട്ടൊക്കെ ഇങ്ങനെ പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ കണ്ടില്ല ഫുള്ള് കണ്ടുണ്ടാക്കുന്ന മില്ലുകളാട്ടോ. ഫുള്ള് കാറ്റാടി. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടത്. കുഴപ്പമില്ലാത്ത വ്യൂ ഉണ്ട്. ഇനി ഈ ഏരിയക്കൊക്കെ ഇങ്ങനെ നടന്ന് പോകാനുണ്ട്. പിന്നെ ഇതിൻ്റെ മണ്ടയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഒരു ഇതിൻ്റെ ഏരിയയിൽ അങ്ങനെ ഇതിൻ്റെ ഈ ഒരു സ്റ്റെയർ ഇങ്ങനെ കയറി വന്നിട്ട് ഇതിൻ്റെ മുകളിലെത്തി. ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തോ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയായിട്ടോ ഈ കാണുന്നത്. എന്താ കണ്ടില്ല ഫുള്ള് കാറ്റാടി മില്ലുകളാണ്. പിന്നെ മണ്ടയിൽ നിന്ന് കിട്ടുന്ന കാറ്റ്. പറഞ്ഞോളി, ഇതിനെക്കുറിച്ച് വിവരിച്ചോളി. വ്യൂ കാര്യങ്ങൾ എല്ലാം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കാണുന്ന കാഴ്ച കേട്ടോ. പക്ഷെ കാറ്റിരിക്കുന്ന സമയത്ത് ഈ ഒരു ഇതിന് ചെറിയ രീതിയിലുള്ള ആട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു പാറൻ്റെ
വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സൈഡ് 60 വ്യൂ ആണ് ഏരിയയിലുള്ളത്. ഒരു രക്ഷയില്ല, ഭയങ്കര രസമുള്ള വെച്ചാൽ. ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോയാൽ ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ നമുക്ക് പോയാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ പോയി നോക്കാം. ഈ ഒരു വഴിയാട്ടോ, ഈ ഒരു വഴിയിലൂടെയാണ് നമ്മളിങ്ങനെ ആ ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പാറിൻ്റെ ഗ്യാപ്പിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഗ്യാപ്പിലൂടെ താഴോട്ട് പോയാൽ അവിടെ നിന്ന് നമുക്ക് ഇത് വയ്യാണ്. നമ്മളെ വഴി റോങ് വഴിയായി മാറി. ഈ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ പോയാൽ ഈ ഒരു ചെറിയ വഴിയിലൂടെ പോയാൽ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പോകട്ടോ. ഈ ചെറിയൊരു ഗ്യാപ്പിലൂടെ വേണം താഴ്ചയിലോട്ട് ഇറങ്ങാനായിട്ട്. പിന്നെ ഇറങ്ങിയതാ എല്ലാവരും പോയി. ആരും ഇത് വഴിയിലൂടെ ഇറങ്ങിയാൽ 2 ചെറിയ കല്ലിൻ്റെ ഈ ഒരു ഗ്യാപ്പിലൂടെ വേണം താഴോട്ട് ഇറങ്ങി പോകാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമോ. ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിലൂടെ കേട്ടോ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് നമ്മുടെ കൂടെ വന്ന ആളുകളാണിത്. ഇവരും ഇത് കാണാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇതെങ്ങനെ ഇറങ്ങി പോകുന്നത്. ഈ പാറ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഇതല്ലേ, ഒരാൾക്ക് കഷ്ടിച്ച് ഒരാൾക്ക് പോകാനുള്ളൊരു ഗ്യാപ്പുള്ളൂ കേട്ടോ. ഈ ഒരു ഗ്യാപ്പിലൂടെ കണ്ടില്ല ആളുകൾ ഇങ്ങനെ വരിയായി പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പോയാൽ കൊള്ളും, ഇങ്ങനെ പോയാൽ കൊള്ളും. അവിടുന്ന് ഇവിടെ വരെ എത്തും. അപ്പൊ നമ്മൾ ചെരിഞ്ഞ് വേണം നമ്മൾ എന്ത് ചെയ്യാന് പോവാനായിട്ട്. അപ്പൊ നമ്മളിതാ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഈ പാറന്ന് ചെറു മട്ടത്തിലൊന്ന് അനങ്ങിയ കഴിഞ്ഞ കഥ. അപ്പൊ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിലൂടെ എന്ത് ചെയ്ത് നമ്മളിങ്ങനെ പോയി തടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ പോവില്ല, ഈ ഗ്യാപ്പിലൂടെ പോവില്ല. ഇതിപ്പോ എനിക്ക് 2 3 ഇതിൽ കൂടി പോവാം. പിന്നെ അങ്ങനെ തഞ്ഞ് ഇപ്പോൾ ഇവിടേക്ക് എത്തി. ഈ ഒരു പാറൻ്റെ ഗ്യാപ്പിലൂടെ വന്നു കഴിഞ്ഞ് ഇവിടേക്ക് എത്തി. നമുക്ക് സാഹസികമല്ലാത്തൊരു വഴി ഇങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു വഴിയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് കയറി നിന്നിട്ട് താഴത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്ന വ്യൂ കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ വന്ന ആളുകളാണ്. ഇതിൻ്റെ മണ്ടയിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയിട്ടുണ്ടായിരുന്ന വ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വഴിയിലൂടെ വന്ന് നമ്മൾ കൂടെ ഉണ്ടാകുന്ന ആളുകളാട്ടത്. എല്ലാവരും ഇവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുകയാണ്. ഈ ഒരു ചെറിയ
ഈ ചെറിയൊരു ഗ്യാപ്പിലൂടെ ആളുകൾ ഇങ്ങനെ കൂന്ന് ഇങ്ങനെ പോയാൽ ഈ പാറ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വലയം വെക്കാൻ പറ്റും. ഈ ഒരു പാറൻ്റെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഈ പാറ വെട്ടി വെച്ചിട്ട് ഇവിടെ കൊടുന്ന് വെച്ച പോലെ ഈ ഒരു ഈ ഒരു പാറൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ പറഞ്ഞ് കൊണ്ടുവച്ച പോലെ, ഒന്ന് അങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ ഇല്ല, ആ ഒരു കോലത്തിലാണ് കിടക്കുന്നത്. ഒരു രക്ഷയില്ല. നമ്മളെ കൂടെ വന്ന ആളുകളാട്ടത് ഈ പാറൻ്റെ ഗ്യാപ്പിലൂടെ പോകുന്നൊരു സാഹസികമായ രംഗങ്ങൾ കാണില്ലേ. അതായത് കിടന്നിട്ട് നീന്തി വേണം നമ്മൾ അങ്ങോട്ടേക്ക് കടക്കാനായിട്ട്. ഇനി അടുത്ത ആളുകൾ പോവുകയാണിത്. ഇവരിങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിതുപോലെ നീന്തി പോകും. അപ്പോൾ ഇതാ നമ്മൾ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ഇതാ ഇങ്ങനെ കൂന്ന് ചെരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പാറനെ മൊത്തമായിട്ട് വലയം വെച്ചിട്ട് നമ്മൾ വന്ന മുകളിലോട്ട് തന്നെ എത്തുട്ടോ. ഈ ഒരു രംഗമാണ് ഇവിടെ കാണാനുള്ളത്. ഒരു രക്ഷയില്ലാത്ത കാറ്റിട്ട് ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. മുകളിലോട്ട് ഇങ്ങനെ മുകളിലോട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വന്ന സമയത്ത് ഇവിടുന്ന് കിട്ടുന്ന ഒരു കാറ്റ്, എന്താ കാറ്റ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാനിതാ ഇങ്ങനെ കുനിഞ്ഞ് മുട്ടിലലിഞ്ഞ് ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുന്നത്. ഒരു എന്താ പറയാ, നമ്മള് നിരങ്ങി പോകുന്ന കേട്ടില്ല. ഇതാണ് അവസ്ഥ. ഓരോരുത്തരായിട്ട് നിരങ്ങി പോവാ. ഒരു എന്താ പറയാ, ഒരു കുന്തളിപ്പ് എന്നൊക്കെ പറയാം. നല്ലപോലെ വഴിയുണ്ട് അപ്പുറത്ത് കൂടി, പക്ഷെ പോവില്ല. ഇങ്ങനെ തന്നെ പോയാലാണ്, പക്ഷെ പോവില്ല. അത് പോയ രസമില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യണം, ഇതുപോലെ മുട്ടിലഴിഞ്ഞ് ഇങ്ങനെ പോണം, ഇങ്ങനെ പോണം. എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം, ഇവിടേക്ക് കാലിങ്ങനെ ഇട്ട് ഇവിടേക്ക് ഇങ്ങനെ കാലിങ്ങനെ ഇട്ട് ഇങ്ങനെ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും, ഈ പാറ മൊത്തമായിട്ട് സാധാരണ നമ്മള് മരത്തിനൊക്കെ പൂളക്കണ മാതിരി കല്ലേച്ച് പൂള വെച്ചിട്ടുണ്ട് ഈ പാറക്ക് ഉരുളണ്ടാച്ചിട്ട്. നമ്മള് പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ മുട്ടിലഴിയാന്നുള്ള. ഇപ്പൊ നിങ്ങള് കണ്ടോളൂ, ഇങ്ങനെയാണ് മുട്ടിലഴിയല്. അങ്ങനെ ഈ ഒരു രസകരമായ ഒരു ട്രക്കിങ് കഴിഞ്ഞു മുകളിലോട്ട് അങ്ങോട്ട് എത്തുന്നതാ. ഓരോരുത്തർ പോകുന്ന അങ്ങനെ ഗായ്സ്, ഞങ്ങൾ ഇതാ ഈ പാറയുടെ ഉള്ളിലൂടെ വന്ന് ഞങ്ങൾ ഇതിൻ്റെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മൊത്തമായിട്ടുള്ള ഈ ഒരു പാറൻ്റെ ഗ്യാപ്പിലൂടെയാണ് ഇങ്ങോട്ടേക്ക് ട്രെക്ക് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ വന്ന എല്ലാവരും ഇതൊക്കെ കയറി ഇവിടേക്ക് എത്തി. ഇനി ഇങ്ങനെ മുകളിലോട്ട് കയറി പോയാൽ അവിടുന്ന് ആ കാഴ്ച കാണും. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഒരു കാഴ്ച കാണും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു കുനിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ട് നല്ല രീതിയിലുള്ള അണപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിത് ഒരിക്കലും അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ നോക്കേണ്ടതില്ല. അത് അതിൻ്റേതായ വഴിക്ക് നടക്കും. പക്ഷെ ഇതുപോലത്തെ സാഹസികമായ കാഴ്ചകൾ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ യാത്രകൾ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ട്രക്കിങ് കാര്യങ്ങൾ, നല്ല വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലുണ്ട്. അപ്പോൾ കുറച്ചൊരു 4 മണിക്കൊക്കെ ശേഷം വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള തണുപ്പ് കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഏകദേശം സമയം 3 മണി ആ ഒരു സമയം കേട്ടോ. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിൽ കാര്യങ്ങളൊക്കെ ഉള്ളത്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലൊക്കെ മാറി നല്ല രീതിയിലുള്ള തണുപ്പ് കാറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു വ്യൂ പോയിൻ്റത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും മുമ്പോട്ടുള്ള ഈ ഒരു വഴിയിലോട്ട് തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈവർ വണ്ടി എടുത്തു. വ്യൂ പോയിന്റിലോട്ട് ആ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മളെ ഡ്രൈവർ ചേട്ടൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ അങ്ങനെ മുമ്പോട്ട് പോയാൽ അവിടെ ഒരു സോളാർ പാനൽ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ
ഭാഗത്ത് വ്യൂ പോയിന്റ് കണ്ട് നേരെ അവിടേക്ക് നമ്മളെ കാണുന്ന ടൗൺ ഏതാണ് വൈറ്റ് കിട്ടുന്ന ഒരു കാറ്റ് മക്കളെ ഒരു രക്ഷയില്ല. ആ ഒരു കാറ്റിൻ്റെ വൈബ്, ആ ഒരു മലയിൻ്റെ മണ്ടക്ക് ആ ഒരു വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ടല്ലേ, ആ വണ്ടികളൊക്കെ കയറി പോകുന്ന അതിൻ്റെ മലയുടെ മണ്ടക്കാണ് നമ്മൾ കയറി പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഹനുമാൻഗീർ ഇട്ടിട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി പോകാം കേട്ടോ. അവിടുന്ന് ഹനുമാൻഗീർ ഓഫ് റോഡിലാണ് ഇതിങ്ങനെ കയറി പോകണേ. പോയി അങ്ങനെ ഞങ്ങളിതാ ഒരു മലയുടെ മണ്ടയിലെത്തി. ഇവിടുന്ന് ഇങ്ങനെ മേപ്പോട്ട് നോക്കി കഴിഞ്ഞാൽ തേനി ജില്ലയുടെ ഒരുപാട് ഭാഗങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു വഴിയിലൂടെ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആ ഒരു ചെറിയൊരു വീട് പോലെ വൈറ്റ് ആയിട്ട് കാണുന്നില്ല, അതൊക്കെ നമ്മളെ കമ്പം തേനി ഭാഗങ്ങളുടെ ഏരിയകളായിട്ടാണ് കാണുന്നത്. മൊത്തം ഫുള്ളായിട്ട് വീടുകൾ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഈ ഒരു വഴിയിലൂടെ താഴോട്ട് പോയാൽ അവിടുന്ന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ വഴിയിലൂടെ ഇങ്ങനെ താഴോട്ട് പോകും തോറും കാറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വഴിയിലൂടെ താഴോട്ട് പോയി നോക്കാം നമുക്ക്. അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാഴ്ചകൾ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വ്യൂ പോയിന്റിലോട്ട് പോകുന്തോറും കാറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാം കേട്ടോ. പക്ഷേ വെയിൽ ചൂടുണ്ടെങ്കിൽ പോലും കാറ്റിൻ്റെ തണുപ്പുകൊണ്ട് നമ്മളത് അറിയുന്നില്ല. ആ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഫുള്ള് വീട് കാര്യങ്ങളൊക്കെ കേട്ടോ ഉള്ളത്. തേനി കമ്പം ഏരിയകളാണ് കാണുന്ന ടൗണുകൾ. ആ ഒരു സൈഡിലും ഒക്കെ ആയിട്ട് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ തമിഴ്നാടിൻ്റെ തേനി കമ്പം ഏരിയകളൊക്കെ കാറ്റിൻ്റെ ശക്തി കണ്ടില്ലേ, രസമുള്ള കാറ്റാണ്, ഒരു രക്ഷയില്ല. ആ ഒരു പാറൻ്റെ മുകളിലൊക്കെ ആളുകളുണ്ട് കേട്ടോ. ഈ ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് കാണുന്ന കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ കൂടെ വന്നിരുന്ന ആളുകളാണ്, ബസ്സിലുണ്ടായിരുന്ന ആളുകളാണ് ഈ ഒരു മുന്നിലും അതുപോലെ തന്നെ പുറകിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഈ ഒരു വഴിയിലൂടെ നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ഈ ഒരു രണ്ട് സൈഡിലും ഫുള്ളായിട്ട് പുല്ലുകളാട്ടോ. ഇതിൻ്റെ ഒരു ഗ്യാപ്പിലൂടെയാണ് ആ ഒരു വ്യൂ പോയിന്റിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ പുറകിലും ബാക്കിലൊക്കെ ആയിട്ട് നമ്മൾ കൂടെ വന്ന ആളുകളുണ്ട്. അല്ല ഞാൻ പറ്റുമെന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു രണ്ട് പുല്ലുകൾക്കിടയിലൂടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവർ പറയുന്നത് ഇവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ചെയ്യുക ഗൈസ്, സ്ക്രിപ്റ്റ് ചെയ്തത് അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കിട്ടണില്ല. കാരണം ഒരു വട്ടം പറഞ്ഞാൽ രണ്ടാമത്തെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇങ്ങനെ പോയി നോക്കുക. പക്ഷേ അത്യാവശ്യം ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ. പക്ഷേ കാറ്റ് കൊണ്ട് ആ വെയിലിൻ്റെ ചൂട് നമ്മൾ അറിയുന്നില്ല. ചില സമയത്ത് നല്ല രീതിയിലുള്ള കാറ്റ് വന്നിട്ട് നല്ല തണുത്ത കാറ്റാണ് കിട്ടുന്നത്. ഒരു രക്ഷയില്ല. ഇവിടുത്തെ കാഴ്ചകൾ ഫുള്ള് കാറ്റാടി പടങ്ങൾ ചുറ്റുഭാഗം, അതായത് 360 ഡിഗ്രിയിൽ ഫുള്ള് വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് വന്ന് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഏരിയയിൽ തിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ
നിങ്ങൾ കണ്ടോളിട്ടാ. പക്ഷെ തമിഴ്നാടിൻ്റെ ഒരു മണ്ണിൻ്റെ പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ഇതാണ് നമ്മളെ കേരളവും തമിഴ്നാടിൻ്റെ മണ്ണും തമ്മിലുള്ള ഒരു പ്രത്യേകത. ഇവിടെ ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ കളറിലുള്ളൊരു മണ്ണാട്ടോ. കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു മണ്ണാണിത്. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ സ്വഭാവം മാറും മലൻ്റെ പുറത്തേക്ക് കയറുന്ന സമയത്ത്. അതാണ് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും മണ്ണിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പം, തേനി ഭാഗങ്ങളാട്ടോ ഈ കാണുന്നത്. ഫുള്ള് കാറ്റാടിപ്പാടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്. നമ്മളെ നാട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ട് കൃഷി ചെയ്യുന്ന ഭാഗങ്ങളാട്ടോ ഈ കാണുന്നത്. എന്താ അവർ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ഭയങ്കര ഷെയ്പ്പാക്കിയിട്ട് ഇങ്ങനെ എന്താ രസം എന്ന് പറയുക. ഇവിടെ നോക്കുമ്പോൾ ആ ഒരു അതിൻ്റെ ഒരു ഗ്യാപ്പിലൂടെ ഒരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ടോ, ആ ഒരു ഗ്യാപ്പിലൂടെ ആ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് പറയുക. ഒരു രക്ഷയില്ല. ഒരു നമുക്ക് പുരാണ ഇതൊക്കെ ആയിട്ട് ഒരു കണക്ഷനുള്ള രാമൻ വനവാസ സമയത്തൂടെ വന്നെന്ന് രാമന്റെ കാൽസ്പർശം ഏറ്റുന്ന ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെയാണ് ഈ കല്ലിന് രാമക്കല്ലെന്ന്, നമ്മുടെ ഈ സ്ഥലത്തിന് രാമക്കൽമേടെന്ന് പേര് വരാണ്ട് കാരണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ഏരിയ. നമ്മൾ ജീപ്പ് ഇട്ടിരിക്കുന്ന പേരുള്ള കേരളം. ഇങ്ങോട്ടേക്ക് നമ്മൾ നടന്നു വന്ന മൊത്തം തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ഏരിയ, നമ്മൾ നിൽക്കുന്ന ഉൾപ്പെടെ ആ കല്ലും തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ഏരിയയിലുള്ള. പിന്നെ ഈ കാണുന്നത് തേനി ജില്ലയുടെ ഭാഗങ്ങളാണ്, തേനി ഡിസ്ട്രിക്റ്റിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ആ സ്റ്റാച്ചുവിന്റെ നേരെ ബാക്കി കാണുന്നതാണ് കമ്പം. ഇത് ഈ നേരെ കാണുന്നുണ്ട്, ഇതൊരു ടൗണാണ്. ഈ വൈറ്റ് കളർ വേസ്റ്റ് ഉണ്ടോ, അത് കോമ്പെ എന്ന് പറയും. പിന്നെ അങ്ങ് ലാസ്റ്റ് കാണുന്നുണ്ടോ പണ്ണൈപ്പുറം, നമ്മുടെ തമിഴ് മ്യൂസിക് ഡയറക്ടർ ഇളയരാജയില്ലേ, ആളുടെ ജന്മസ്ഥലമാണ് പണ്ണൈപ്പുറം. ആ കാണുന്നത് കേട്ടോ. ഇതെല്ലാം പശ്ചിമഘട്ട മലനിരകൾ ഈ സൈഡിൽ കാണുന്നത്. ഇതിങ്ങനെ മൂന്നാറ്, കൊടൈക്കനാലെല്ലാം ഇങ്ങനെ ഈ സൈഡ് വരും. പിന്നെ ഈ കാണുന്നത് ഈ റോഡിന്റെ രണ്ട് വശത്ത് ഈ ചതുര കളങ്ങളായിട്ട് കാണുന്നുണ്ടോ, അത് മൊത്തം തെങ്ങും തോപ്പ. 70 അടി 80 ഹൈറ്റുള്ള തേങ്ങ. നിങ്ങൾ ഫോൺ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കി അറിയാൻ പറ്റും. പിന്നെ ഈ റൗണ്ടായിട്ട് നിൽക്കുന്നുണ്ടോ, പടർന്ന് നിൽക്കുന്നുണ്ടോ, അതെല്ലാം വാളംപുളി മരങ്ങളാണ്. നമ്മളിത്ര ഇതെല്ലാം വാളംപുളി. ആ പുളിമരം ഈ ഭാഗത്ത് കാണുന്നല്ലേ, ഇത് ചുമന്ന് കാണുന്ന അവിടുത്തെ മണ്ണിന്റെ കളറാണ്. അത് ഉഴുതിട്ടിരിക്കുന്നതാണ്, പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നില ഉഴുതിട്ടിരിക്കുന്നതാണ് ആ ഇത് കാണുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറി ഒരു 80% ഈ തേവാരം എന്ന് പറഞ്ഞ മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. അങ്ങോട്ടേക്കാണ് ഈ കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഈ നേരെ കാണുന്ന ഒരു ക്ഷേത്രമാണ്, ഇതാണ് കാണുന്നുണ്ടോ, രംഗനാഥൻ കോവിൽ എന്ന് പറയും. 18ാം നൂറ്റാണ്ടിലുള്ള ക്ഷേത്രമാണ്. ഇവിടെ മലയാള മാസത്തിന്റെ കന്നിമാസത്തിന് 4 ശനിയാഴ്ചകളിലായിട്ടാണ് ഉത്സവം. ആ സമയത്താണ് നട തുറക്കുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രമായിട്ടൊക്കെ സാമ്യമുള്ളതാണ്. അതിന്റെ ഗോപുരമൊക്കെ ഉണ്ടോ. പിന്നെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമൊക്കെ ഈ സൈഡാണ് വരുന്നത് കേട്ടോ. ഈ മലയുടെ സൈഡിലാണ് മുല്ലപ്പെരിയാർ വരുന്നത്. അവിടെ നിന്നുള്ള വെള്ളം കൊണ്ടുപോയിട്ട് ഈ മലയ്ക്കപ്പുറത്തൊരു വൈകിയൊരു ഡാമുണ്ട്. ആ ഡാമിൽ സ്റ്റോർ ചെയ്തിട്ട് 5 ജില്ലകളിലാണ് നമ്മുടെ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ടൗണിന്റെ അടുത്തുകൊണ്ടൊരു വെള്ളം കിടക്കുന്നുണ്ടോ, അത് ചെറിയ ചെക്ക് ഡാമാണ്. അത് അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ നിൽക്കുന്ന സ്ഥലത്തിന് വേറെ പ്രത്യേകതയുണ്ട്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലമാണ്. അതായത് നമ്മുടെ മൺസൂൺ തുടങ്ങുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്നത്. ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും. ആ സമയത്തേക്ക് ഇവിടെ ഒരു 50-60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശും. അപ്പോൾ നമ്മളൊരു 4 പേര് പിടിച്ചു നിന്നാലും എടുത്ത് അടിക്കും. അത്രയും പവറാണ് കാറ്റ്. ദിശയില്ലാത്ത കാറ്റോടെ അടിക്കുന്നത്. ഡേഞ്ചർ ഏരിയ. പിന്നെ ആ കാണുന്ന ഒരു കുറച്ച് ശില്പമാണ്. നമ്മുടെ ഇടുക്കി ഡാം, കുറവൻ മലയും കുറത്തി മലയും ബന്ധിപ്പിച്ചാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഐതിഹ്യത്തിലാണ് കുറവനെ കുറത്തിയോടെ സ്റ്റാച്ചു ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തൊരു വേഴാമ്പലിൻ്റെ ഒരു വാച്ച് ടവറും ഉണ്ട്. ഇത് നമ്മൾ പോകുന്ന അടുത്ത പോയിന്റ് അങ്ങോട്ടേക്കാണ്. പിന്നെ ഈ കല്ലൊരു സൂയിസൈഡ് പോയിന്റും കൂടെ കേട്ടോ. 16ഓളം ആൾക്കാർ ഇതുവരെ നിലവിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഒരു 13 വർഷം മുന്നേ ഒരു +2 പഠിക്കുന്ന ഒരു പെണ്ണ് ചെറുക്കനോട് ലാസ്റ്റായിട്ട് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഈ സൈഡിൽ നിന്നാണ് വിചാരിക്കുന്നത്. ഈ ഗ്യാപ്പ് കണ്ടോ, അതിന്റെ മുകളിൽ കയറാൻ പറ്റും. നമ്മൾ വണ്ടി കിടക്കുന്നുണ്ടോ, അവിടെ നിന്ന് 1 കിലോമീറ്റർ നടപ്പുവഴിയുണ്ട്. 1 കിലോമീറ്റർ കാട്ടിക്കൂടെ നടക്കുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. നമ്മൾ ബസ് അവിടെ കിടക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ ചുറ്റി പോകുന്നത്. ഇതേപോലെ തന്നെ നോക്കാം, നമുക്ക് ഓപ്പോസിറ്റുള്ള വ്യൂ കാണാൻ പറ്റും. നേരെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് നമുക്ക് തമിഴ്നാട് പോയെങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും അങ്ങനെ ഈ ഒരു ഏരിയത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ജീപ്പ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് നടന്നു പോകട്ടോ. ഈ ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് എന്താ പറയുക, ഫോറസ്റ്റ് ഏരിയകളാട്ടോ. ഇത് മൊത്തം തമിഴ്നാടിൻ്റെ ഏരിയകളാണിത്. കേരളത്തിൽ നിന്ന് വേണം ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാനായിട്ട്. ആ ഒരു ഭാഗം കേട്ടോ, മൂന്നാർ, കൊടൈക്കനാലൊക്കെ ആ ഒരു ഏരിയ ആയിട്ടാണ് വരുന്നത്. ഈ സൈഡിൽ നമ്മുടെ പിന്നെ ഇടുക്കി ഡാമിൻ്റെ ഏരിയകൾ, അല്ല മുല്ലപ്പെരിയാറിൻ്റെ ഭാഗങ്ങളാണ് ഈ സൈഡിലേക്ക് കാണുന്ന മലകൾ. കുറത്തി മലകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്.
അങ്ങനെ ഞങ്ങളിതാ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങളിത് നമ്മൾ ആ ഒരു വഴിയിലൂടെ നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വഴിയിലോട്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകണം. നമ്മളെ ജീപ്പിലുണ്ടായിരുന്ന നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇത്. എവിടേക്കൊന്ന് നോക്കിക്കോളൂ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് നമ്മളെ ഡ്രൈവർ, അതുപോലെ തന്നെ നമ്മളെ സഹയാത്രികരാണിത്. കൂടെ ഫുള്ള് കുട്ടികളും മക്കളും എല്ലാവരുമായിട്ട് നമ്മൾ ഇതാ ഈ ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും അടിയിലേക്ക് തന്നെ താഴത്തേക്ക് തന്നെ ഇറങ്ങി പോകുന്നുണ്ടാവും. പക്ക ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡ്. ഫുള്ളായിട്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കൂട്ടി നിറഞ്ഞ് നിൽക്കണം. അപ്പോൾ പരമാവധി അലർജി കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ പരമാവധി മാസ്ക് കണ്ടിട്ട് വരാൻ നോക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ വൈകുന്നേരം ആകുമ്പോൾ എനിക്കൊന്ന് ഏകദേശം പരിവാകും. പിന്നെ വൈകിട്ട് നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകാം. ഓഫ് റോഡ് വണ്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് മുകളിലോട്ട് കയറി പോകാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അത്രമാത്രം പിന്നെ റോഡ് വളരെ മോശമാണ്. രണ്ട് വഴികൾ വലത്തോട്ടുണ്ട്. പിന്നെ വണ്ടി പാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്ന് വീണ്ടും മുകളിലോട്ട് വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടേക്ക് പോകാൻ കേട്ടോ. ആ ഒരു പിന്നെ റോഡാണ് ഈ ഒരു കാണുന്നത്. നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് വണ്ടി എടുത്തിട്ട് നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മൾ ആ കയറിയിട്ടുണ്ടായിരുന്ന ആ ഒരു മല കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അങ്ങോട്ടേക്കാണ് ഇവിടുന്ന് കാണുന്നത്. അങ്ങനെ ഞങ്ങളിതാ രാമക്കൽമേട് അവിടുന്ന് നോക്കിയ സമയത്ത് നമ്മളൊരു കുറവൻ കുരുത്തി ഒരു സ്റ്റാറ്റ്യൂ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ ഈ ഒരു പാക്കിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് ടിക്കറ്റെല്ലാം KSRTCൻ്റെ ഇതിൽ വരുന്നതാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങളിതാ ഈ ഒരു സ്റ്റാറ്റിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. രണ്ട് ഗഡികളാണ് ഇട്ടത്. നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കയറിയിട്ടുണ്ടായിരുന്ന മല കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റാറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ആ ഒരു മൂപ്പര് പിന്നെ അവിടുത്തെ ആ ഗൈഡ് ഡ്രൈവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഏരിയ കേട്ടോ, ആ ഒരു മലൻ്റെ മണ്ടൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു ഏരിയ കാര്യങ്ങൾ വ്യൂ ഒക്കെ കണ്ടു. പിന്നെ അങ്ങനെ നടന്നു അവിടേക്ക് പോകുന്നു ഇങ്ങനെ റോഡ് വഴി ഈ ഒരു ഭാഗത്തേക്ക് എത്തി. അങ്ങനെ പിന്നെ ഈ ഒരു സ്റ്റാറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ആണ് കുറവൻ കുറത്തി ആ ഒരു മലൻ്റെ പ്രതീകമായിട്ടുള്ളൊരു സ്റ്റാറ്റു ആട്ടോ ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് വന്ന ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി ഇവിടേക്ക് വരുന്നുണ്ട്. അവിടുന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അവിടെ കയറി സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റാറ്റു ആട്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റും. ഞങ്ങൾ രാമക്കൽമേടിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വീണ്ടും നമ്മൾ വന്ന ഭാഗത്തേക്ക് തന്നെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങനെ നമ്മൾ റിട്ടേൺ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോകുന്ന പിന്നെ സമയത്തുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ വന്ന വഴിയിലൂടെ നമ്മൾ തിരിച്ച് വീണ്ടും റിട്ടേൺ പോവുകയാണ്. നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അനിൽകുമാർ ചേട്ടനും അതുപോലെ തന്നെ നമ്മളെ അയ്യോക്ക് നമ്മളെ സഹയാത്രികരായിരുന്നവർ. അങ്ങനെ ഞങ്ങളിതാ ഏകദേശം ഞങ്ങളെ യാത്രകളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പെരുമ്പാവൂരിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹയാത്രികരെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ മറ്റു സഹയാത്രികരാണിത്.
നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള യാത്രക്കാരാണത്. രാമക്കൽമേടിലേക്ക് വന്ന നമ്മളെ കൂടെയുണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ ഇത്രയും 10-40 പേരുമായിട്ടാണ് നമ്മൾ അവിടേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. ഫാമിലിയും കുട്ടികളും മക്കളും എല്ലാവരുമായിട്ട് അവിടേക്കുള്ള യാത്ര അതിമനോഹരമായിട്ടുള്ള യാത്രകൾ കഴിഞ്ഞു. ഞങ്ങളിത് തിരിച്ച് പെരുമ്പാവൂരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന യാത്രികരാണിത്. അങ്ങനെ ഞങ്ങളെ യാത്രകളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പെരുമ്പാവൂരിലേക്ക് ഇങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ബൈ.